റിയൽ ലൈഫിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന രീതിയിൽ സിനിമകളിൽ കാണിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് 2008 ചെന്നൈയിൽ വെച്ച് 15 വയസ്സുള്ള ഹിതേന്ദ്രൻ ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ ഹൃദയം 9 വയസ്സുള്ള അഭിരാമി എന്ന പെൺകുട്ടിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടി ചെന്നൈയിലെ 2 ഹോസ്പിറ്റലിന്റെയും ട്രാഫിക് പോലീസിന്റെയും സഹായത്തോടു കൂടി 11 മിനിറ്റ് കൊണ്ട് അതിവേഗത്തിൽ ഹൃദയം കൊണ്ടുപോകുന്ന കഥ കുറച്ചുകൂടി സിനിമാറ്റിക് എലമെന്റ് ഉൾപ്പെടുത്തി രാജേഷ് പിള്ള 2011 ട്രാഫിക് എന്ന സിനിമയാക്കി മാറ്റുന്നു. എന്നാൽ റിയൽ ലൈഫിൽ ഹൃദയം സ്വീകരിച്ചിട്ടും അഭിരാമി മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും പരസ്പരം കാണുകയോ മിണ്ടുകയോ ചെയ്യാത്ത 2 ആളുകൾ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചാണ് RRR പറയുന്നത്. ചതിയനായ ചന്തുവിനെ പിടിച്ച് നല്ലവനാക്കിയതും പഴശ്ശിരാജയുടെ മരണം മാറ്റി കാണിച്ചതും അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന്റെ ക്രൂരത വെളുപ്പിച്ചെടുത്തതുമെല്ലാം ഇതിനുദാഹരണമാണ്. യഥാർത്ഥ സംഭവങ്ങളെയും ചരിത്രങ്ങളെയും ഓൾട്ടർ ചെയ്തിട്ടുള്ള സിനിമകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുൻപ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ദയവായി സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ്. വീഡിയോ കാണാത്തവരാണെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഉറുമി 2011 പുറത്തിറങ്ങിയ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി സിനിമയായിരുന്നു ഉറുമി. 16-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ മഹാസമുദ്രം കടന്നു വന്ന പോർച്ചുഗീസ് പടയുടെ അധിനിവേശമാണ് സിനിമയിൽ കാണിക്കുന്നത്. എന്നാൽ സിനിമയിൽ യഥാർത്ഥ ചരിത്രം നല്ലതുപോലെ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ചിറക്കൽ അറക്കൽ രാജകുടുംബത്തിലെ പടനായകനായ കേളുവും പോർച്ചുഗീസുകാരുമായുള്ള യുദ്ധമെല്ലാം ചരിത്രത്തിൽ നടന്ന സംഭവമാണ്. എന്നാൽ സിനിമയിൽ വാസ്കോഡ ഗാമയെ ചിറക്കൽ കേളു കൊല്ലുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ ഇത് ചരിത്രത്തിൽ ഉൾപ്പെടാത്തൊരു കാര്യമാണ്. കാരണം 1524 കൊച്ചിയിൽ വെച്ച് മലേറിയ പിടിപെട്ടായിരുന്നു വാസ്കോഡ ഗാമ മരണപ്പെട്ടത്. കാര്യം ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ആണെങ്കിൽ പോലും കഥയിലും കഥാപാത്രത്തിനും ഭയങ്കര ഡീറ്റെയിലിംഗ് ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും സിനിമയിൽ ചിറക്കൽ കേളുവായി കാണിച്ചിട്ടുള്ളത് വാസ്തവത്തിൽ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കോലത്തിരി രാജാവിന്റെ പടനായകനായ മുരിക്കഞ്ചേരി കേളു നായനാരെയാണ്. മുരിക്കഞ്ചേരി കേളു നായനാർക്ക് 6 അടി ഉയരവും അദ്ദേഹത്തിന്റെ കയ്യിൽ 1 അടി നീളവുമുള്ള വാളും ഉണ്ടായിരുന്നു. അതാണ് 6 അടി ഉയരമുള്ള പൃഥ്വിരാജിനെ ചിറക്കൽ കേളുവായും അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയ നീളമുള്ള ഉറുമിയും സംവിധായകൻ കൊടുത്തത്. അതുമാത്രമല്ല, സിനിമയിൽ പറയുന്നത് പോലെ തന്നെ പോർച്ചുഗീസുകാരുമായുള്ള ഏറ്റുമുട്ടലിന്റെ സമയത്താണ് മുരിക്കഞ്ചേരി കേളു മരണപ്പെടുന്നത്. സംഭവം ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ പോലും ഈ ധീരനായ പോരാളിയുടെ ശവകുടീരം കണ്ണൂർ പയ്യാമ്പലത്ത് കാട് മൂടപ്പെട്ട അവസ്ഥയിലാണ്. എന്താലേ. കാണ്ഡഹാർ 2010 മേജർ രവി സിനിമയാണ് കാണ്ഡഹാർ. 1999 കാഠ്മണ്ഡുവിൽ നിന്നും ഡൽഹിയിലേക്ക് പറന്ന ഇന്ത്യൻ എയർലൈൻസിന്റെ എയർബസ് ആയ IC-814 എന്ന ഫ്ലൈറ്റ് പാകിസ്ഥാൻ ബേസ്ഡ് ജിഹാദി ഗ്രൂപ്പായ ഹർക്കത്തുൽ മുജാഹിദ്ദീൻ ഹൈജാക്ക് ചെയ്ത് പാകിസ്ഥാനിലെ ലാഹോറിലും അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലും കൊണ്ടുപോയിരുന്നു. ഫ്ലൈറ്റിലുണ്ടായിരുന്ന 190 ആളുകളെ ബന്ദികളാക്കുകയും ഇന്ത്യൻ ഗവൺമെന്റ് തടവിൽ പാർപ്പിച്ച 3 തീവ്രവാദികളെ തിരിച്ചു കിട്ടിയാൽ മാത്രമേ യാത്രക്കാരെ തിരികെ നൽകൂ എന്ന് തീവ്രവാദ സംഘടന ഭീഷണിപ്പെടുത്തി. എന്നാൽ അന്നത്തെ സർക്കാർ അവരുടെ ഓഫർ സ്വീകരിച്ച് 3 തീവ്രവാദികളെ അവർക്ക് കൈമാറി യാത്രക്കാരെ തിരികെ നാട്ടിലെത്തിച്ചു. ഇതാണ് യഥാർത്ഥ ചരിത്രം. അന്നത്തെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു അത്. എന്നാൽ കാണ്ഡഹാർ എന്ന സിനിമയിൽ ഈ സംഭവത്തെ അല്പം മാറ്റം വരുത്തി മേജർ മഹാദേവനും ടീമും വളരെ തന്ത്രപൂർവ്വം റിസ്ക് എടുത്ത് ഫ്ലൈറ്റിലെ യാത്രക്കാരെ രക്ഷപ്പെടുത്തുന്നതായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. സംഭവം ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ആണെങ്കിൽ പോലും സിനിമയിലൂടെ യഥാർത്ഥ സംഭവത്തിന്റെ തീവ്രത എത്രത്തോളമാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഓപ്പറേഷൻ ജാവ 2021 തരുൺ മൂർത്തി സിനിമയാണ് ഓപ്പറേഷൻ ജാവ. കേരളത്തിൽ നടന്ന കുറച്ച് കുറ്റകൃത്യങ്ങൾ സൈബർ സെൽ അന്വേഷിക്കുന്നതാണ് സിനിമയുടെ കഥ. അതിൽ പൈറസി, ജോലി തട്ടിപ്പ്, കൊലപാതകം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് പ്രേമം സിനിമയുടെ സെൻസർ കോപ്പി ലീക്കാക്കിയവരെ കണ്ടുപിടിക്കുന്നതാണ്. 2015 സൗത്ത് ഇന്ത്യ മുഴുവൻ ഇളക്കി മറിച്ച സിനിമയായ പ്രേമത്തിന്റെ സെൻസർ കോപ്പി ലീക്കായിരുന്നു. സെൻസർ കോപ്പി മാത്രമല്ല, സെൻസറിങ്ങിന് മുൻപുള്ള പ്രീ സെൻസർ കോപ്പി വാട്സ്ആപ്പ് മെസ്സഞ്ചറിലൂടെ സെൻസർ കോപ്പി എന്ന വാട്ടർമാർക്ക് വെച്ച് വലിയ രീതിയിൽ ലീക്കായിരുന്നു. അത് സിനിമയുടെ കളക്ഷനെ നല്ലതുപോലെ ബാധിച്ചിരുന്നു. ഒരുപക്ഷെ അന്ന് പ്രേമത്തിന്റെ സെൻസർ കോപ്പി പുറത്തിറങ്ങിയില്ലായിരുന്നെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ 100 കോടി പടമായിരുന്നേ പ്രേമം. യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ് സിനിമയിൽ കാണിച്ചതെങ്കിലും അത് ലീക്കാക്കിയത് ആരാണ്, എവിടെ നിന്ന് ലീക്കാക്കി, എങ്ങനെ ലീക്കാക്കി എന്നതൊക്കെ സിനിമയിൽ കാണിക്കുന്നത് റിയാലിറ്റിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ്. മാലിക് 2021 മഹേഷ് നാരായണൻ സിനിമയാണ് മാലിക്. ഭീമാ പള്ളിയിലെ വെടിവെപ്പാണ് സിനിമയുടെ പ്രധാന തീം. കേരള ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ വെടിവെപ്പുകളിൽ ഒന്നായിരുന്നു 2009 ഭീമാ പള്ളി വെടിവെപ്പ്. 6 പേർ മരിക്കുകയും 42 പേർക്ക് പരിക്ക് പറ്റുകയും 4 പോലീസുകാർക്ക് സസ്പെൻഷൻ കൊടുക്കുകയും സിറ്റി പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റുകയും ചെയ്തത് ഭീമാ പള്ളി വെടിവെപ്പ് കാരണമാണ്. ആ പ്രദേശത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയും ലത്തീൻ കത്തോലിക്ക ഗ്രൂപ്പിലെ ആളുകളും തമ്മിലുള്ള തർക്കം വംശീയ സംഘടനമാവുകയും ഒരു പ്രോട്ടോകോളും പാലിക്കാതെ പോലീസ് വെടിവെപ്പ് നടത്തുകയും ചെയ്തത് അന്ന് ഭരിച്ചിരുന്ന ഒരു മന്ത്രിയുടെ അറിവോടെയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ മാലിക് എന്ന സിനിമയിലേക്ക് വരുമ്പോൾ വെടിവെപ്പിന് ഓർഡർ കൊടുത്ത മന്ത്രി, ഒപ്പുവച്ച കളക്ടർ, വെടിവെക്കാൻ ഉണ്ടായ കാരണമെല്ലാം സംവിധായകൻ മാറ്റി എഴുതിയിരുന്നു. സിനിമ ഇറങ്ങിയ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനെ ചൊല്ലി ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി സിനിമകളിൽ മാലിക് ഒരു മികച്ച ഉദാഹരണം തന്നെയായിരുന്നു. കമ്മാര സംഭവം
ഒരുപക്ഷെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി സിനിമയായിരിക്കും കമ്മാര സംഭവം. കാരണം ഇതിന്റെ തിരക്കഥാകൃത്തായ മുരളി ഗോപി ഒന്നല്ല രണ്ടല്ല പല ചരിത്രങ്ങളെയാണ് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി സിനിമയാക്കിയത്. അതായത് സിനിമയിലെ ദിലീപിന്റെ കഥാപാത്രമാണ് കമ്മാരൻ നമ്പ്യാർ. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നടന്ന യുദ്ധമായിരുന്നു മണിപ്പൂരിലെ ബാറ്റിൽ ഓഫ് ഇംഫാൽ. അന്ന് ബ്രിട്ടീഷ് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തത് ജപ്പാൻ ആർമിയായിരുന്നു. എന്നാൽ ബാറ്റിൽ ഓഫ് ഇംഫാലിൽ ജപ്പാൻ ആർമിയുടെ ആക്രമണത്താൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് പരിക്ക് പറ്റുകയും ദിലീപിന്റെ കമ്മാരൻ നമ്പ്യാർ സുഭാഷ് ചന്ദ്രബോസിനെ രക്ഷപ്പെടുത്തുന്നതായും സിനിമയിൽ കാണിക്കുന്നുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം വഹിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ ആർമിക്കെതിരെ ജപ്പാൻ ആർമി യുദ്ധം ചെയ്യുന്നതായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയൊരു യുദ്ധത്തിൽ സുഭാഷ് ചന്ദ്രബോസ് പങ്കെടുത്തിട്ടില്ല. ആ യുദ്ധം നടക്കുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസ് മറ്റൊരു സ്ഥലത്തായിരുന്നു. ഇനി സിനിമയുടെ മറ്റൊരു ഭാഗത്തായി മഹാത്മാഗാന്ധി യാത്ര ചെയ്യുന്ന ട്രെയിനിൽ ഗാന്ധിയെ ആക്രമിക്കുന്നതിന് വേണ്ടി സിദ്ധാർത്ഥന്റെ കഥാപാത്രം വരുമ്പോൾ കമ്മാരൻ നമ്പ്യാർ സാഹസികമായി പ്രതിരോധിക്കുന്നതായി കാണിക്കുന്നുണ്ട്. പിന്നീട് കമ്മാരൻ നമ്പ്യാരെ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടുപോവുകയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു കമ്മാരൻ നമ്പ്യാരെ മോചിപ്പിക്കുന്നതായും സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഗാന്ധിയുടെ മരണം, സുഭാഷ് ചന്ദ്രബോസിന്റെ മരണമെല്ലാം സിനിമയിൽ നല്ലതുപോലെ തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ മലയാളത്തിലെ ലക്ഷണമൊത്ത ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് കമാര സംഭവത്തെ വിശേഷിപ്പിക്കാം. കായംകുളം കൊച്ചുണ്ണി 2018 റോഷൻ ആൻഡ്രൂസ് നിവിൻ പോളി സിനിമയാണ് കായംകുളം കൊച്ചുണ്ണി. സിനിമയിൽ സണ്ണി വെയിൻ അവതരിപ്പിക്കുന്ന കേശവക്കുറുപ്പ് എന്ന കഥാപാത്രം വേറൊരു വ്യക്തിയെ ഉപയോഗിച്ച് ചതിയിലൂടെയാണ് കൊച്ചുണ്ണിയെ പിടിക്കുന്നത്. അതിനുശേഷം കൊച്ചുണ്ണിയെ ജയിലിൽ അടയ്ക്കുന്നതായും സിനിമയിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ ചരിത്രത്തിൽ മധ്യ തിരുവിതാംകൂറിൽ ജീവിച്ചിരുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് കൊച്ചുണ്ണിയെ പിടികൂടുന്നത്. അതിനുശേഷം കൊച്ചുണ്ണി മരണപ്പെടുകയും അദ്ദേഹത്തെ പേട്ട ജമാ മസ്ജിദിൽ അടക്കം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതിലെ വിചിത്രമായ സംഭവം വേറൊന്നുമല്ല, കേരളത്തിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ കസ്റ്റഡി മരണം കായംകുളം കൊച്ചുണ്ണിയുടേതായിരുന്നു. ക്രൈം ഫയൽ 1999 സുരേഷ് ഗോപി സിനിമയാണ് ക്രൈം ഫയൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന കൊലപാതക കേസാണ് സിസ്റ്റർ അഭയയുടേത്. എന്നാൽ ഈ സിനിമ ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ആണോ എന്ന് പലർക്കും സംശയം തോന്നിയേക്കാം. കാരണം 1992 സിസ്റ്റർ അഭയയുടെ കൊലപാതകമാണെന്ന് നേരിട്ട് പറയുന്നില്ലെങ്കിലും അതിനോട് സാദൃശ്യമുള്ള മറ്റൊരു പേരും മറ്റൊരു രീതിയിലുമാണ് സിനിമയിൽ അന്വേഷണം കാണിക്കുന്നത്. അതുമാത്രമല്ല, ഇത് സിസ്റ്റർ അഭയയുടെ കൊലപാതകത്തിന്റെ ഇൻസ്പിറേഷൻ ആണെന്നാണ് രേഖകളിൽ കാണിക്കുന്നത്. അത്തരം ഇൻസ്പിറേഷനുകൾ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ആവാൻ സാധ്യതയില്ല. എന്നാൽ ഈ സിനിമ 100% ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയാണ്. അങ്ങനെ പറയുന്നതിന് ഒരു വലിയ കാരണമുണ്ട്. അതായത് സിസ്റ്റർ അഭയയുടെ മരണം കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ്. ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സിനിമ സിസ്റ്റർ അഭയയുടെ പേര് പറഞ്ഞു തന്നെയാണ് അവർ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ അന്നത്തെ രൂക്ഷിത സാമൂഹിക സാഹചര്യം പരിഗണിച്ച് അവർ പേരുകൾ മാറ്റുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ സിനിമ എടുത്തവരുടെ ആത്യന്തികമായ ഉദ്ദേശം അഭയ കൊലക്കേസ് വേറൊരു രീതിയിൽ കാണിക്കുക എന്നുള്ളതായിരുന്നു. അന്ന് പക്ഷേ ഈ ഒരു പേരിട്ട് സിനിമ ഇറക്കിയാലുണ്ടാകുന്ന വിവാദം ഒഴിവാക്കാനാണ് അവർ ചരിത്രത്തിൽ നടന്ന യഥാർത്ഥ സംഭവത്തിൽ കുറച്ച് മാറ്റം വരുത്തി സിനിമ നിർമ്മിച്ചത്. പ്രത്യേകിച്ചും സിസ്റ്റർ അഭയ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞതിനു ശേഷം ക്രൈംബ്രാഞ്ചിൽ നിന്നും CBIയിലേക്ക് 2 തവണ കേസ് മാറിയതും ഡമ്മി ഉപയോഗിച്ച് ക്രൈം തെളിയിക്കാൻ നോക്കിയതുമെല്ലാം അവർ മനഃപൂർവ്വം സിനിമയിൽ ഉൾപ്പെടുത്തിയില്ല. എന്തൊക്കെയാണെങ്കിലും ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും വിട്ടുപോകാത്തൊരു സിനിമയാണ് ക്രൈം ഫയൽ. ഒരു മെക്സിക്കൻ അപാരത. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും ശോകമായ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി സിനിമയായിരുന്നു ഒരു മെക്സിക്കൻ അപാരത. ഇങ്ങനെ പറയുന്നതിന് ഒരു വലിയ കാരണമുണ്ട്. അതായത് സാധാരണ ചരിത്രത്തിൽ നടന്ന ഒരു സംഭവത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ മാറ്റിയാണ് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി സിനിമകളാക്കുന്നത്. എന്നാൽ ഒരു ചരിത്രം തന്നെ മുഴുവനുമായി മാറ്റിയിട്ടാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. മഹാരാജാസ് കോളേജിലെ 2 വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ മത്സരമാണ് സിനിമയുടെ പ്രമേയം. അതായത് 1980 കാലഘട്ടങ്ങളിൽ KSU എന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിനായിരുന്നു മഹാരാജാസ് കോളേജിൽ ഭരണമുണ്ടായിരുന്നത്. എന്നാൽ പിന്നീടുള്ള 30 വർഷം മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കീഴിലായിരുന്നു കോളേജിന്റെ ഭരണം. അങ്ങനെ 30 വർഷങ്ങൾക്ക് ശേഷം 2010 വീണ്ടും KSU എന്ന വിദ്യാർത്ഥി പ്രസ്ഥാന സംഘടന കോളേജ് യൂണിയൻ ഇലക്ഷനിൽ ജയിച്ചിരുന്നു. ഇതാണ് ചരിത്രം. എന്നാൽ സിനിമയിലേക്ക് വന്നപ്പോൾ എല്ലാം നേരെ തിരിഞ്ഞുപോയി. ജയിച്ചവർ തോറ്റവരായി, തോറ്റവർ ജയിച്ചവരായി. അങ്ങനെ ആ ഒരു ചരിത്രം മുഴുവനുമായി സിനിമയിൽ വെട്ടിത്തിരുത്തി. എന്നാൽ സിനിമ ഇറങ്ങിയ സമയത്ത് ഇതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങൾ പലയിടത്തായി ഉണ്ടാവുകയും ചെയ്തിരുന്നു. കുറുപ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പിടികിട്ടാപ്പുള്ളിയായ സുകുമാരക്കുറുപ്പിന്റെ ജീവിതം പറയുന്ന സിനിമയാണ് കുറുപ്പ്. 1984 ചാക്കോ വധക്കേസ് പ്രതിയാണ് സുകുമാരക്കുറുപ്പ്. അന്ന് മുതൽ ഇന്ന് വരെ എവിടെയാണെന്ന് ആർക്കും കണ്ടെത്താൻ കഴിയാത്ത സുകുമാരക്കുറുപ്പിന്റെ ചരിത്രം തിരുത്തിക്കൊണ്ട് ഒരുപാട് എലമെന്റ്സ് കുറുപ്പ് എന്ന സിനിമയിൽ ഉപയോഗിച്ചിരുന്നു. സുകുമാരക്കുറുപ്പിന്റെ പ്രണയം, ഒളിച്ചിരുന്ന സ്ഥലങ്ങൾ, ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്ന രീതികൾ, കുറുപ്പിന്റെ വിദേശയാത്ര, കച്ചവടങ്ങൾ തുടങ്ങിയവയെല്ലാം വളരെ വിദഗ്ധമായി അവർ ചരിത്രം തിരുത്തിയാണ് സിനിമ എടുത്തത്. എന്നാൽ കുറുപ്പ് എന്ന സിനിമ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ആണെങ്കിൽ പോലും മരിച്ച ചാക്കോയുടെ കുടുംബം സിനിമയുടെ റിലീസിന് മുൻപ് സിനിമയുടെ പേരിൽ ലീഗൽ നോട്ടീസ് കൊടുത്തിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.